Welcome once again. Now we are going to discuss the third case of derivation. This session we are deriving expression for electric field intensity due to a uniformly charged infinite plane sheet. Sheet means near metal sheet. Near sheet. തിക്ക് ഷീറ്റ് വേറെ വരാണ്ട് ഇത് തിൻ ഷീറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. തിൻ ഷീറ്റ് ഇതൊരു തിൻ ഷീറ്റാണ്. ഇതിന് ഇൻഫിനിറ്റ് സൈസ് ഉണ്ട്. അപ്പോൾ ഈ ബോർഡിൽ കാണിക്കുന്ന പോലെ ഇത്ര ചെറിയ ഷീറ്റല്ല, വലിയ ഷീറ്റാണ്. ഈ ബൗണ്ടറി അങ്ങ് ദൂരെ ആയിട്ടാണ് ഉള്ളത്. നമ്മൾ ആ ഇൻഫിനിറ്റ് ഷീറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം ഫോട്ടോ എടുത്തിട്ട് ഇവിടെ വെച്ചതാണ്. ഇത്ര സൈസ് അല്ല ഷീറ്റിനുള്ളത്, വലിയ ഷീറ്റാണ്, ഇൻഫിനിറ്റ് ഷീറ്റാണ്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഈ ബോർഡിൽ കാണിച്ചിട്ടുള്ളൂ. ഈ ഷീറ്റിൽ നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ചാർജാണ്? എത്രയോ ചാർജ് ഉണ്ട്. ചാർജ് എത്രയാണെന്ന് അറിയില്ല, പക്ഷേ ആ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? യൂണിഫോമായിട്ട് അതിൻ്റെ സർഫേസിലായിരിക്കും. സോ ദിസ് ഇസ് എ തിൻ ഷീറ്റ് ഓഫ് ഇൻഫിനിറ്റ് സൈസ് ഇൻ വിച്ച് ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി വിത്ത് എ സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. യു ഹേർഡ് അബൌട്ട് സിഗ്മ, സർഫേസ് ചാർജ് ഡെൻസിറ്റി. ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഈ ഷീറ്റിൽ എല്ലാ സ്ഥലത്തും കോൺസ്റ്റൻ്റ് ആണ്. ആ ചാർജ് പെർ യൂണിറ്റ് ഏരിയൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ സിഗ്മ എന്നുള്ള സിമ്പിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. Let P be a point at a distance r from this thin sheet. We are going to derive the expression for electric intensity at P due to this infinite thin sheet of charge. Clear? ചെയ്യാൻ പോകുന്ന ഡെറിവേഷൻ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിനെ കൊണ്ടുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡെറിവേഷനാണ്. എവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്? പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ആരെ കൊണ്ടുള്ളതാണ് കണ്ടുപിടിക്കുന്നത്? ഇൻഫിനിറ്റ് തിൻ ഷീറ്റിനെ കൊണ്ടുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഷീറ്റിൽ നിന്നും 6 അകലത്തിലാണ്. ഇതൊരു 3 ഡയമെൻഷനാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ഷീറ്റ് ഉള്ളത്. ഇതാണ് ഷീറ്റ്, തിൻ ഷീറ്റ്. ഈ ഷീറ്റ് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കുത്തനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷീറ്റിൽ നിന്നും എത്ര അകലത്തിലാണ്? 6 അകലത്തിലാണ് പോയിന്റ് പി ഉള്ളത്. റെഡി? ശരി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിക്ക് ഷീറ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. തിക്ക് ഷീറ്റിൻ്റെ ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം തിൻ ഷീറ്റിൻ്റെ അതേപോലെ തന്നെ ഡെറിവേഷൻ. അപ്പോൾ അതിലെ ഒരു സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് വേണമെങ്കിൽ തിക്ക് ഷീറ്റ് ഇതിന് ശേഷം പറയാം. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇതും ഗോസസ് തിയറം വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഗോസസ് തിയറം വെച്ചിട്ട് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡെറിവേഷൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് സർഫേസ് വേണം. ഇവിടെ ഇല്ല. ഇനി ഇമാജിൻ ചെയ്യണം. എന്തിനാണ് ഇമാജിൻ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫേസ് നിർബന്ധമായിട്ട് വേണം. ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇമാജിൻ ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർ ഗോസിയൻ സർഫേസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ ശ്രദ്ധിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം, പോയിന്റ് പി സർഫേസിലായിരിക്കണം. പിന്നെ ഒരു പ്രത്യേകത, ഫ്ലക്സ് കടന്നു പോകുന്ന ഭാഗം ചാർജിൽ നിന്ന് ഒരേ ദൂരത്തിലായിരിക്കണം ആ സർഫേസിൻ്റെ എല്ലാ ഭാഗവും. ഗോസിയൻ സർഫേസിൻ്റെ എല്ലാ ഭാഗവും അല്ല, ഫ്ലക്സ് കടന്നു പോകുന്ന ഭാഗം. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് ഈ സിറ്റുവേഷന് ചേരുന്ന വിധത്തിലുള്ള ഒരു ഗോസിയൻ സർഫേസ് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോസിയൻ സർഫേസിന് എന്ത് ഷേപ്പായിരിക്കും ഉണ്ടാവുക? സിലിണ്ട്രിക്കൽ ഷേപ്പായിരിക്കും ഉണ്ടാവുക. ഡോട്ടഡ് ലൈനിൽ ഞാൻ ആ സിലിണ്ടറാണ് വരയ്ക്കുന്നത്. ഈ സിലിണ്ടറിന് എത്ര ലെങ്ത് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുക 2r ലെങ്ത് ഉണ്ട്. 2r ലെങ്ത് ഉണ്ട്. ഇങ്ങനെയാണ് സിലിണ്ടർ. ഇത് ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ തുളഞ്ഞു പോകുന്നുണ്ട്. റെഡി? വരച്ചത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനതിനെ ഒരു 3 ഡയമെൻഷനായിട്ട് കാണിക്കാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളെ ഷീറ്റ്, ഏത് ഈ പേപ്പറാണ് ഷീറ്റ്. തിൻ ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? ചാർജ് ഒരു ലെയറിലേ ഉണ്ടാവുള്ളൂ. തിക്ക് ഷീറ്റും തിൻ ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം, ഇപ്പം ഈ ഷീറ്റിൽ ഇത് തിൻ ഷീറ്റാന്ന് പറഞ്ഞ അർത്ഥം ഇതിൻ്റെ ഈ സൈഡിലുള്ള ചാർജ് തന്നെയാണ് ഈ സൈഡിലും. 2 സൈഡിലായിട്ട് ചാർജ് നിൽക്കാൻ സ്ഥലമില്ല. അപ്പം ഈ സൈഡിലുള്ള ചാർജ് കോമൺ ആണ് 2 സൈഡിനും കൂടിയിട്ട്. അപ്പോൾ എത്ര ലെയർ ഓഫ് ചാർജ് ഉണ്ട് തിൻ ഷീറ്റിൽ? ഒരു ലെയർ. മനസ്സിലായിട്ടില്ലെങ്കിൽ എക്സാമ്പിൾ പറയാം. നമ്മൾ വളരെ നേരിയ പേപ്പറിന് എപ്പോഴാണ് പറയുക? ഒരു പേപ്പറിന് അതിൻ്റെ ഒരു ഭാഗത്ത് എഴുതി കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് എഴുതാൻ പറ്റാത്ത സ്ഥിതിയാകുമ്പോൾ, കാരണം ഒരു ഭാഗത്ത് എഴുതിയതിൻ്റെ 90% അപ്പുറത്തെ ഭാഗത്ത് കാണുന്നുണ്ടെങ്കിൽ പിന്നെ അപ്പുറത്തെ ഭാഗത്ത് എഴുതാൻ പറ്റില്ലല്ലോ. അത് നേരിയ പേപ്പർ.
തടിച്ച പേപ്പറിൻ്റെ പ്രത്യേകത എന്താ? രണ്ട് സൈഡിലും നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തടിച്ച ഷീറ്റ് ആകുമ്പോഴെന്താ പ്രത്യേകത എന്നറിയാം, ഈ ചാർജും ഡിഫറെൻ്റ് ആയിരിക്കും ഞാൻ രണ്ടായിട്ട് കൂട്ടണം. എന്നാൽ തിൻ ഷീറ്റിൽ ഒരു ലെയർ ഓഫ് ചാർജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു തിൻ ഷീറ്റാണ് ഇതാണ് ആ തിൻ ഷീറ്റ്. ഏത് ബോക്സ് അല്ല, ഈ പേപ്പറാണ് ഷീറ്റ്. മനസ്സിലായ? പേപ്പറാണ് ഷീറ്റ്. ഈ പാത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മളെടുത്ത ഗോസിയൻ സർഫേസ്. എന്ത് ഷേപ്പാണ് ഗോസിയൻ സർഫേസിന്? സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. നിങ്ങളെ പോയിന്റ് പി എവിടെയാണ് ഉള്ളത്? ഇതാ ഇവിടെയാണ് ഉള്ളത്. ഇവിടെയാണ് പോയിന്റ് പി ഉള്ളത്. എന്താ ഈ നെയിൽ കാണിക്കുന്നത്? ഇവിടെ ഒരു നെയിൽ ഉണ്ടല്ലോ, ആ നെയിൽ എന്താ കാണിക്കുന്നത്? ആ പോയിന്റ് പിയിൽ വരച്ച ഏരിയ വെക്ടർ റേഡിയലി ഔട്ട്വേർഡ്. ഈ പോയിന്റ് പി എവിടെയാണ് ഉള്ളത്? സർക്കുലാർ ഫേസിലാണുള്ളത്. മറ്റേ സർക്കുലർ ഫേസ് ഇത് എവിടെയുണ്ട്? ഇത് ശരിക്കും സിലിണ്ടർ ഈ ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ കടന്നു പോകുന്നതാണ്. ഇമാജിനറിയാണ്. അപ്പോൾ ഇമാജിനറി ആകുമ്പോൾ ഇതിലേക്ക് കൂടി വേണമെങ്കിൽ പോകാമല്ലോ. ഇവിടെ ഹോൾസ് ഉണ്ട്. ഈ ഷീറ്റിൽ ഹോൾസ് ഒന്നും ഇല്ല. സിലിണ്ടർ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഇമാജിനറി സിലിണ്ടർ. അപ്പോൾ ഈ സിലിണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ക്ലോസ് സർഫേസ് ആയതുകൊണ്ട് ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. എന്താ ഗോസസ് ലോ? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. എന്താ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫോർമുല? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൻ ക്യൂ ബൈ എപ്സിലോൺ. ഇതാണ് ഗോസസ് തിയറത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ. ഇവിടുത്തെ ക്ലോസ് സർഫേസ് എന്താണ്? ഷേപ്പ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ പ്രത്യേകത എന്തൊക്കെയുണ്ട്? 3 സർഫേസുകൾ ചേർന്നതാണ്. ഏതൊക്കെയാണ് 3 സർഫേസ്? ഒന്ന് സർക്കുലാർ. എത്ര സർക്കുലാർ ഉണ്ട് സിലിണ്ടറിന്? 2 സർക്കുലാർ ഉണ്ട്. അതേതല്ല 2 സർക്കുലാർ എന്ന് മനസ്സിലായ? ഇതും ഒരു സർക്കുലാർ, ഇതും ഒരു സർക്കുലാർ. അതാ ഇവിടെ ഇങ്ങനെ എഴുതുന്നത്. പിന്നെന്താ ഉള്ളത്? ഒരു കേർവ്ഡ് സർഫേസ് ഉണ്ട്. ഒരു കേർവ്ഡ്. അപ്പം മൊത്തം എത്ര സർഫേസുകൾ ചേർന്ന്? 3 ഈക്വൽ ടു എത്ര? ക്യൂ ബൈ എപ്സിലോൺ 0. റെഡി? എനിക്കിനി ഈ 3 സർഫേസിലെയും ഇയും ഡി എയും തമ്മിലുള്ള ആംഗിൾ കിട്ടണം. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഏരിയ വെക്ടർ എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടേക്ക്. അങ്ങനെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടേക്ക് ആവാൻ കാരണം ഇവിടെ വെക്കുന്ന +1 ഈ പോസിറ്റീവ് ചാർജെല്ലാം കൂടി റിപ്പൽ ചെയ്യും. അപ്പോൾ ഇയും ഡി എയും സെയിം ഡയറക്ഷനിലാണ് ഈ സർക്കുലാറിൽ. ഈ കേർവ്ഡിൽ എങ്ങനെയാണ് നോക്ക്? കേർവ്ഡിൽ ഏരിയ വെക്ടർ ഇങ്ങനെയല്ലേ വരിക? കേർവ്ഡിൻ്റെ ഏരിയ വെക്ടർ ഇങ്ങനെയല്ലേ വരിക? ഇവിടുത്തെ +1 ഈ പോസിറ്റീവ് ചാർജെല്ലാം കൂടി ഇങ്ങോട്ടേക്കല്ലേ റിപ്പൽ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇയും ഡി എയും എങ്ങനെയാണ് ഉള്ളത്? 90 ഡിഗ്രിയിലാണുള്ളത്. എന്നാൽ ഈ സർക്കുലാർ ഫേസിൽ വാ. ഈ സർക്കുലാർ ഫേസ് ഇതങ്ങ് വായിച്ചാൽ പിന്നെ ഇവിടെ ഈ ഇങ്ങോട്ടേക്ക് വരും, ഡി എ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഈ 2 സർക്കുലാർ ഫേസിലും ഇയും ഡി എയും എത്ര ആംഗിളിൽ ഇയും ഡി എയും 0 ഡിഗ്രിയിൽ. എവിടെയൊക്കെ? സർക്കുലാർ ഫേസിൽ. എന്നാൽ കേർവ്ഡിൽ എങ്ങനെയുള്ളത്? കേർവ്ഡിൽ ഇയും ഡി എയും എത്ര ആംഗിളിൽ? 90 ഡിഗ്രി ആംഗിളിൽ. 90 ഡിഗ്രി ആംഗിൾ ആയാൽ എന്താ സംഭവിക്കുമെന്ന് കഴിഞ്ഞ ഡെറിവേഷൻ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട്. 90 ഡിഗ്രി ആംഗിൾ വന്നു കഴിഞ്ഞാൽ cos 90 0 ആവും. എന്നാൽ സർക്കുലറിൽ ആംഗിൾ 0 ആവുന്നത് കൊണ്ട് എന്താവും? 0 ആകുമ്പോൾ cos 0 1 ആവുക. അപ്പോൾ സർക്കുലറിൽ ഇങ്ങനെ വരും. കേർവ്ഡിൽ ഇയും ഡി എയും തമ്മിലുള്ള ആംഗിൾ cos 90. അത് ഈ ബോക്സ് വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇവിടെ നോക്ക്. ഇത് കണ്ട? ഈ സർക്കിൾ കണ്ട? ഇവിടുത്തെ ഏരിയ വെക്ടർ ഇങ്ങനെയല്ലേ വരിക? ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടേക്ക് തന്നെ. എന്നാൽ കേർവ്ഡിൽ നോക്ക്. കേർവ്ഡിൽ കണ്ട? ഞാൻ ഒരു നെയിൽ വെച്ചിട്ടുണ്ട്. കേർവ്ഡിൽ മുകളിലോട്ടല്ല ഏരിയ വെക്ടർ. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ലെഫ്റ്റ് വേർഡ് ആയിരിക്കും. അപ്പോൾ ആംഗിൾ എത്ര വരും? 90 വരും. ഇതേപോലെ ഈ സൈഡിൽ ഈ ബാക്ക് സൈഡിലുള്ള ഏരിയ വെക്ടർ എങ്ങനെ വരിക? ഇങ്ങനെ പുറത്തേക്ക് വരിക. ഇങ്ങനെ. അതായത് ഇവിടെ കാണിച്ച ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ ഇയും ഡി എം തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും? cos 0 1 ആയി ഇൻ്റഗ്രൽ. ഇവിടെയും cos 0 എന്തായി? 1 ആയി. അപ്പോൾ ഇതിങ്ങനെയായി. ഇവിടെ എന്ത് വരും? 0 വരും. കാരണം എന്താ? cos 90 0 ആണ്. ഇത് ഈ കോൺസ്റ്റൻറ്റ് പുറത്തുപോയി. ഇൻ്റഗ്രൽ ഡി എ ഏത്? സർക്കുലാർ. ഈ പുറത്തുപോയി. ഇൻ്റഗ്രൽ ഡി എ സർക്കുലാർ ക്യൂ ബൈ എപ്സിലോൺ. ഈ ഇൻ്റഗ്രൽ ഡി എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഏരിയ അല്ലേ? ഈ സർക്കുലാറിൻ്റെ ഏരിയ.
ഞാൻ ക്യാപിറ്റൽ എ എന്ന് വിചാരിച്ചോ, ഈ സർക്കിളിൻ്റെ മൊത്തം ഏരിയ ക്യാപിറ്റൽ എ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ എ ഇതും ഈ എ, കാരണം ഈ ഏരിയ തന്നെ ആയിരിക്കില്ലേ ഇപ്പുറത്തെ ഏരിയ. Q/ε0. അപ്പോൾ എന്ത് വരും? 2EA Q/ε0. റെഡി? അപ്പോൾ E = എന്ത് വരും? Q/2ε0A എന്ന് വരും. ഇനി അടുത്ത വിഷയം, വേർ Q ഈസ് എന്താണ്? വേർ Q ഈസ് ചാർജ്. ഗോസസ് തിയറത്തിലെ Q എന്താണ്? ചാർജ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ദി ഗോസിയൻ സർഫേസ്. ഈ ഗോസിയൻ സർഫേസ് ഏതാണ്? ഗോസിയൻ സർഫേസ് ഈ കേസിൽ ഈ സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ അകത്തുള്ള ചാർജ് എന്ന് പറയുമ്പോൾ ഏത് ചാർജ് വരുക? അത് ഇത്രയും സ്ഥലത്തെ ചാർജ് വരിക. ഇത്രയും സ്ഥലത്ത് എത്ര ചാർജ് ഉണ്ടാവുക എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ പാത്രത്തിൻ്റെ മൂടി അങ്ങ് അയച്ചു കളഞ്ഞു കഴിഞ്ഞാൽ എത്ര ചാർജ് ഉണ്ട് നോക്കണം. അപ്പം ഈ ബാക്കി ഭാഗത്തുള്ള ചാർജ് ഇതാ ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് നോക്ക്. പാത്രത്തിൻ്റെ അകത്ത് ചാർജ് ഉണ്ട്. ഏത് ചാർജാണ്? ഈ പേപ്പറിൻ്റെ ഈ ഭാഗത്തുള്ള ചാർജ് ഉണ്ടാവുമല്ലോ. ഏത് ഭാഗത്തുള്ള ഇതാ ഈ ചാർജ്. ആ ചാർജ് എത്ര വരിക? അത് Q = ഫോമിൽ വരിക σ × A, സർഫേസ് ചാർജ് ഡെൻസിറ്റി × ഏരിയ. അപ്പോൾ ഇത് വരിക σ × A / 2ε0A. A കട്ട് ചെയ്ത് അപ്പോൾ വരിക σ / 2ε0. ഇതാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ തിൻ ഷീറ്റ്. ഈ ഇക്വേഷൻ നോക്ക്. കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയും ഡിസ്റ്റൻസും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഈ R എത്ര ദൂരോട്ട് കൊണ്ടായാലും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈ തിൻ ഷീറ്റിനെ കൊണ്ട് ഒരേപോലെയാണ്. അപ്പോൾ അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഒരു സോഴ്സാണ് ഏത് തിൻ ഷീറ്റ്. അതിൻ്റെ അർത്ഥം ഇത് ഇവിടെ വരക്കേണ്ട ഗ്രാഫാണ്. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വരക്കാം. ഇയും ആറും തമ്മിൽ ഈ കേസിൽ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഗ്രാഫ് ആയിരിക്കും. അതെന്താ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വന്നത്? ഇൻഡിപെൻഡൻ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുവന്നത് ഓരോരോ സോഴ്സും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡിസ്റ്റൻസുമായിട്ടുള്ള റിലേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി E = R⁻² എന്നാണ്. എന്നാൽ ഡൈപോൾ ആയപ്പം E = R⁻³ എന്നാണ്. കുറച്ച് നേരത്തെ ചെയ്ത ഡെറിവേഷനായ ഇൻഫിനിറ്റ് ലൈൻ ഓഫ് ചാർജ് ആയപ്പോൾ E = R⁻⁻1 ആണ്. അതുകൊണ്ട് നേരത്തെ ഡെറിവേഷനിലെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഗ്രാഫ് വരച്ചപ്പം കഴിഞ്ഞ ഡെറിവേഷനെ ഈ ഡെറിവേഷൻ അല്ല, ഹൈപ്പർബോള ഷേപ്പാണ്. എന്നാൽ ഇവിടെ നോക്ക്, ഈ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഡിസ്റ്റൻസ് R ആണ്. ഇനി ഇതേ ഡെറിവേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തിക്ക് ഷീറ്റ് ചെയ്യാം. തിക്ക് ഷീറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകം അറിയാം? തിക്ക് ഷീറ്റ് ആകുമ്പോൾ ഇതിന് കുറച്ചിങ്ങനെ തിക്നെസ് വരും. തിക്നെസ് വരുമ്പോൾ 2 ലെയർ ഓഫ് ചാർജ് ഉണ്ടാവും. ആ 2 ലെയർ ഓഫ് ചാർജ് വരുമ്പോൾ ഇവിടെ Q = σ A എന്നല്ല എഴുതേണ്ടത്, 2σ A എന്ന് വരും. അപ്പോൾ ഇവിടെ 2σ A വരുമ്പോൾ ഈ 2 കട്ടായിട്ട് തിക്ക് ഷീറ്റ് ആകുമ്പോഴത്തേക്ക് സ്പെഷ്യൽ കേസാണ് പറയുന്നത്. സ്പെഷ്യൽ കേസ് ഫോർ തിക്ക് ഷീറ്റ്. ഈ വരിക ഇതിൻ്റെ ഡബിൾ വരുമ്പോൾ σ / ε0. ഈ 2 കട്ടായി പോകും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. തിക്ക് ഷീറ്റ് ആകുമ്പോൾ ഇതേപോലെ തന്നെ ഡെറിവേഷൻ ചെയ്യുക. പക്ഷേ ഇവിടെ മാത്രം ഒരു സ്റ്റെപ്പ് മാറ്റണം. σ A എന്നുള്ളതിന് പകരം 2σ A എന്നിട്ടിട്ട് നിങ്ങൾ ഡെറിവേഷൻ അടുത്തതായിട്ട് അത് ചെയ്ത് നോക്കുക. മനസ്സിലായോ? ഇത് രണ്ടുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ഹെഡിങ് എഴുതേണ്ടത് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. എന്നിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത് തുടക്കത്തിൽ എങ്ങനെയാണ്? കൺസിഡർ എ തിൻ ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ് ഇൻ വിച്ച് ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി വിത്ത് സർഫേസ് ചാർജ് ഡെൻസിറ്റി σ. ലെറ്റ് P be a point at a distance R from the sheet. To find the expression for electric intensity at P, imagine a cylindrical Gaussian surface of length 2R, ഇത് R ഉണ്ട്, അപ്പോൾ ഇങ്ങനെ 2R and base area capital A. ഈ circular base area capital A such that point P lies on one of the circular face. Then from the figure it is found that E and dA are perpendicular on curved surface and E and dA are parallel on circular face. Now applying Gauss's theorem എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി അവസാനം വൃത്തം വരെ തോന്നും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. തിൻ ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഡെറിവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻസിൽ. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു തിൻ ഷീറ്റ്. ഓക്കെ, റെഡി.